ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. ഒരു ബിസി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ആദ്യം നമ്മൾ പോയത് മൂടാമ്പാടിയിൽ അമ്പലത്തിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ എല്ലാ ആഴ്ചകളിലും പ്ലാൻ ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ പോകാൻ, പക്ഷേ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് എന്തായാലും നമ്മൾ പോകാമെന്ന് കരുതി അമ്പലത്തിലേക്ക് ഇറങ്ങി രാവിലെ കുളിച്ച്, പിന്നെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് വരാമെന്ന് കരുതി നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പം അധികം ആരും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. അവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. പിന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് കാറിലാണ് വന്നത്. അധികം ആരും ഇല്ലായിരുന്നു അമ്പലത്തിൽ. നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായെങ്കിലും ഞാൻ ഈ അമ്പലത്തിലോട്ട് അധികം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകതരം വൈബായിരുന്നു. പിന്നെ ഞാനിപ്പം തുടർച്ചയായിട്ട് വരാൻ തുടങ്ങി ഇവിടെ. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് നെക്സ്റ്റ് ഇനി നമ്മൾ പോകുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലാണ്. അമ്പലപ്പുഴയിലും ശനിയാഴ്ച അധികം ആൾക്കാർ കാണാറില്ല. പൊതുവേ ഞങ്ങൾ വൈകിട്ടാണ് അമ്പലത്തിൽ പോവാറ്. പക്ഷേ ഇന്ന് കരുതി നമുക്ക് അമ്പലപ്പുഴയിലും കൂടി പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. അങ്ങനത്തെ നമ്മൾ അമ്പലപ്പുഴയിലേക്ക് പോവാണ്. രാവിലെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലെത്തി. നമ്മൾ സ്ഥിരം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ തന്നെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന ടൈമായിരുന്നു നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിലൊക്കെ നിന്ന് അകത്ത് കയറി തൊഴുതു. നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് 11:30. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്നെല്ലാം റെഡിയാക്കിയിട്ട് പോകണം. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിക്ക് ചമ്മന്തി അരയ്ക്കാനുണ്ടായിരുന്നു. ഇഡ്ഡലിക്ക് ചമ്മന്തിയൊക്കെ അരച്ചു, ഇഡ്ഡലി കഴിച്ചു. അത് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരു 11:30 ആകുമ്പോൾ എത്തണമെന്നാണ് അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. നമ്മൾ വേഗം കഴിച്ചു, പിന്നെയും റെഡിയായിട്ട് വീണ്ടും പോവുകയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി വീട്ടിൽ നിന്ന് അച്ഛനെയും കൂടെ വിളിക്കണം. അച്ഛൻ പല്ലന വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അച്ഛനെയും വിളിച്ചത് ഹോസ്പിറ്റലൊക്കെ എത്തി. ഹോസ്പിറ്റലിലെത്തിയപ്പം നമ്മുടെ നമ്പർ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടോക്കണൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത സമയത്ത് അവിടെ സ്ക്രീനിൽ കണ്ടു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, മാത്യു ചാക്കോ. എനിക്ക് കൊച്ചിലെ അസുഖം മാറണമെങ്കിൽ മാത്യു ചാക്കോ കാണുമെന്നാണ് അച്ഛൻ പറയാറ്. കാരണം എനിക്ക് വേറെ എവിടെ പോയാലും എൻ്റെ പനിയോ അസുഖം എന്താണെന്ന് വെച്ചാൽ അത് മാറത്തില്ല. ഡോക്ടറെ കണ്ടാൽ മതി എൻ്റെ അസുഖം മാറും എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിമാരുടെ. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോനെ കാണിക്കാനും ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്. ഡോക്ടർ പഴയതുപോലെ തന്നെ. എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഡോക്ടർ ഇരുന്നത് ഹരിപ്പാട് RK ജംഗ്ഷനിലായിരുന്നു.
അച്ഛൻ നാട്ടിലുള്ള ടൈമിൽ അച്ഛനാണ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അമ്മ KSRTC ബസ്സിൽ RK ജംഗ്ഷനിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങും. തിരിച്ച് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് വരുമ്പം അമ്മ 1 രൂപയുടെ ജംസ് മിഠായി എനിക്ക് വാങ്ങിച്ചു തരും. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ചേച്ചിയുടെ മോനെ ഞാൻ അവിടെ RK ജംഗ്ഷനിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറുടെ കാര്യം പറഞ്ഞ് ഫുഡ് വന്നൊന്നും അറിഞ്ഞില്ലല്ലേ. ഫുഡ് വരാൻ ലേറ്റായപ്പം അച്ഛന് ചെറിയ കലിപ്പൊക്കെയായി. അച്ഛൻ ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷേ അച്ഛൻ്റെ വിശപ്പ് അച്ഛനെ ബിരിയാണി കഴിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫ്രൈഡ് റൈസ് ഷെയർ ചെയ്ത് കഴിച്ചു. ചേട്ടൻ ചപ്പാത്തിയും ഗ്രീൻ പീസാണ് കഴിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ മുരളി ഹോട്ടലിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ഡിലേ ആയിരുന്നു ഫുഡ് വരാൻ. മാത്രമല്ല ചേട്ടൻ ചപ്പാത്തിയിലൂടെ പറഞ്ഞ് ഗ്രീൻ പീസ് ഒന്നും അത്രയ്ക്ക് വെന്തിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു പണി കിട്ടി. ഞങ്ങൾ ഡോക്ടർ എഴുതിയ മരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാതെ വേറെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി പോയി. പക്ഷേ ഡോക്ടറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആർക്കും മനസ്സിലായില്ല. പിന്നെ രണ്ടാമത് ഞങ്ങൾ ശ്രീകണ്ഠപുരത്ത് പോയി. തിരിച്ച് വരുന്ന വഴിയാണ് അച്ഛനെയും ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു വരുവാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു കറക്കം കിട്ടിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ടാമതും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ എത്തി. ഈ കറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചു. അങ്ങനെ നമ്മൾ സ്ഥിരം അൽഫാം വാങ്ങിക്കുന്നൊരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മൾ 2 ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ രാവിലെ ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ പോയിട്ടില്ലായിരുന്നു. അന്ന് കരുതി അവിടെയും കൂടെ പോകാമെന്ന്. അങ്ങനെ നമ്മളൊരു 5:30 ആയപ്പം 5:30 അവിടെ നട തുറക്കുന്നത്. അപ്പം 5:30 ആയപ്പോൾ വീണ്ടും കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു കടയിൽ നിന്ന് നമുക്കൊരു ഒരു ഇൻവെർട്ടർ സ്റ്റാൻഡും കൂടി നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇരട്ടക്കുളങ്ങര അമ്പലം എത്തി. അമ്പലത്തിലൊക്കെ തൊഴുതു. അതിനുശേഷം നമ്മുടെ ഇൻവെർട്ടറിനെ പറ്റിയ ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്തുള്ള RP മാർട്ടിൽ കയറി നോക്കി. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ലോക്ക് കാർട്ടിലേക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ പുതിയ കഫ്താനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. പുതിയ കളക്ഷൻസൊക്കെ നമ്മുടെ പേജിലിപ്പം ഇട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മുടെ പേജിലേക്ക് വേണ്ടിയിട്ടുള്ള കഫ്താൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ലോക്കാർട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും നമ്മുടെ ലോക്കാർട്ടിന് തരിക. ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ പേജിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഇത്രയും ജോലിയും കറക്കവും ഒക്കെ കഴിഞ്ഞ് ആകെപ്പാടെ ക്ഷീണിച്ചു. രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കാൻ നല്ല മടി വന്നു. നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു നമുക്കിന്ന് തട്ടുദോശ ആയാലോ എന്ന്. ചേട്ടൻ ഡബിളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ തട്ടുദോശ വാങ്ങിക്കാൻ പോവാണേ. നമ്മുടെ അമ്പലപ്പുഴയിൽ തട്ടുദോശയ്ക്ക് ക്ഷാമമേ ഇല്ല. ഇഷ്ടം പോലെ തട്ടുകടയുണ്ട്. അങ്ങനെ നമ്മൾ ഒരു തട്ടുകടയിൽ നിർത്തി. നമ്മളിവിടെ നിന്ന് സ്ഥിരം വാങ്ങിക്കാറുള്ളതാണ്. തട്ടുദോശയും ഓംപ്ലേറ്റും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അതായിരുന്നു നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ. ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം എന്തൊക്കെയായിരുന്നു നമ്മുടെ ഒരു ബിസി ഡേ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സാറ്റർഡേ ഡേ ഇൻ അവർ ലൈഫായിരുന്നു ഇത്. ചേട്ടനോട് ഞാൻ പറഞ്ഞു കേട്ടോ, ചേട്ടാ തട്ടുകട വിഷ്വൽസും കൂടി കുറച്ച് എടുക്കണമെന്ന്. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ എടുക്കത്തൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഗാലറി നോക്കിയപ്പം തട്ടുകട വിഷ്വൽസ് ഉണ്ട്. അപ്പം നമുക്ക് ചേട്ടൻ പകർത്തിയ കുറച്ച് തട്ടുകട വിഷ്വൽസോടുകൂടി നമ്മുടെ ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്